വികലാംഗ ക്ഷേമത്തിലും കൈയിട്ടുവാരി സംസ്ഥാന സർക്കാർ. നാഷണൽ ഹാൻഡിക്യാപ്ഡ് ഫിനാൻസ് ആൻഡ് ഡെവലപ്മെന്റ് കോർപ്പറേഷൻ വഴി കേന്ദ്ര സർക്കാർ അനുവദിച്ച തുക പോലും ദുരുപയോഗം ചെയ്യുന്നതായാണ് വികലാംഗരുടെ ആക്ഷേപം. സംസ്ഥാന വികലാംഗക്ഷേമ കോർപ്പറേഷൻ അഴിമതിക്കാരുടെ ആവാസ കേന്ദ്രമായി മാറിയെന്ന് കാണിച്ചു നൽകിയ പരാതിയിൽ വിജിലൻസ് അന്വേഷണം ആരംഭിച്ചു. കേരളത്തിലെ ഭിന്നശേഷിക്കാരുടെ ഏക ആശ്രയ കേന്ദ്രമായ സംസ്ഥാന വികലാംഗക്ഷേമ കോർപ്പറേഷൻ ക്ഷേമവും പുനരധിവാസ പ്രവർത്തനങ്ങളും നടത്തുന്നതിന് പകരം അഴിമതി, സാമ്പത്തിക ദുർവിനിയോഗം, ക്രമക്കേടും നടത്തുന്നതായി കാണിച്ച് രാഷ്ട്രീയ വികലാംഗ സംഘ് വിജിലൻസിന് നൽകിയ പരാതിയിൽ അന്വേഷണം പുരോഗമിക്കുകയാണ്. കേരള സംസ്ഥാന വികലാംഗക്ഷേമ കോർപ്പറേഷൻ മൊത്തത്തിൽ നടക്കുന്നത് അഴിമതിയാണ്. കിട്ടുന്ന ആനുകൂല്യങ്ങൾ അർഹതയുള്ള വ്യക്തികൾക്ക് കൊടുക്കുന്നില്ല. ഇത് ഭിന്നശേഷിക്കാരോട് കാണിക്കുന്ന വലിയ അവഹേളനയാണ്. ഇതിനെ സംബന്ധിച്ച് നമ്മൾ വിജിലൻസിൽ പരാതി കൊടുത്തിട്ടുണ്ട്. വിജിലൻസിൽ അന്വേഷണം നടന്നിട്ടുണ്ട്. വിജിലൻസിൽ അന്വേഷണം നടന്ന സമയത്ത് ഞങ്ങൾ കൊടുത്ത പരാതി പൂർണ്ണമായും നല്ല അഴിമതി നടന്നിട്ടുണ്ടെന്ന് ബോധ്യം വന്നു. അതിൻ്റെ അറസ്റ്റും കാര്യങ്ങളും അടുത്ത മുറയ്ക്ക് നടക്കുമെന്ന് നമ്മളെ അറിയിച്ചിട്ടുണ്ട്. വികലാംഗക്ഷേമത്തിനായി നാഷണൽ ഹാൻഡിക്യാപ്ഡ് ഫിനാൻസ് ആൻഡ് ഡെവലപ്മെന്റ് കോർപ്പറേഷൻ വഴി അടുത്തിടെ കേന്ദ്ര സർക്കാർ അനുവദിച്ച 36.22 കോടി രൂപ എവിടെ ചെലവഴിച്ചു എന്നത് വ്യക്തമല്ല. മാത്രമല്ല, കൊറോണ കാലത്തെ പ്രത്യേക ധനസഹായം എന്ന നിലയിൽ അനുവദിച്ച 1 ലക്ഷം രൂപയും ഇതുവരെ വിതരണം ചെയ്തിട്ടില്ലെന്നാണ് ആക്ഷേപം. ഞങ്ങളിവിടെ ഭിന്നശേഷിക്കാർക്ക് ഒരുപാട് സഹായങ്ങൾ ചെയ്ത് കൊടുക്കുന്നുണ്ടെന്നാണ് സർക്കാരിൻ്റെ അവകാശം. പക്ഷേ വികലാംഗ കോർപ്പറേഷനിൽ നിന്നും ഞങ്ങൾക്ക് യാതൊരു സഹായങ്ങളും എനിക്കിന്നൊരിക്കലും ഒന്നും കിട്ടിയിട്ടില്ല. എനിക്ക് ഇതുവരെയും കിട്ടിക്കൊണ്ടിരിക്കുന്നത് ഈ ക്ഷേമ പെൻഷൻ മാത്രമാണ്. അല്ലാതെ യാതൊരു ആനുകൂല്യം ഈ വികലാംഗ കോർപ്പറേഷൻ എന്ന് പറഞ്ഞ് ഞങ്ങൾക്ക് കിട്ടിയിട്ടില്ല. വികലാംഗക്ഷേമ വികസന കോർപ്പറേഷൻ സഹായ ഉപകരണങ്ങൾ വാങ്ങിയതിലും വ്യാപക അഴിമതിയുണ്ട്. മുച്ചക്ര വാഹനങ്ങൾ നൽകിയതിലും വികലാംഗർക്കായി സ്മാർട്ട് ഫോണുകൾ വാങ്ങിയതിലും ക്രമക്കേട് നടന്നു. വികലാംഗർക്ക് നൽകുന്ന വാഹനങ്ങൾ അതിൻ്റെ ക്വാളിറ്റി വളരെ കുറവാണ്. അപ്പോൾ അതുവഴി നൽകുന്ന പല ഉപകരണങ്ങളുണ്ട്. വികലാംഗർക്കായി നൽകുന്ന പല ഉപകരണങ്ങളും അവർ ഇടനിലക്കാരെ നിർത്തി കമ്മീഷൻ പറ്റിക്കൊണ്ടാണ് മാത്രമാണ് അവിടെ നൽകുന്നത്. ഇതിനെല്ലാം ഒരു അറുതി വരുത്താൻ വേണ്ടി ഞങ്ങൾ തുനിഞ്ഞിറങ്ങിയിരിക്കുകയാണ്. ഇലക്ട്രിക് വീൽ ചെയർ വാങ്ങിയതിലും അഴിമതി ആരോപിക്കപ്പെടുന്നു. ഭിന്നശേഷിക്കാർക്ക് സ്വയം തൊഴിലിനായി വായ്പ എടുക്കുന്നതിന് കമ്മീഷൻ പറ്റുകയും മരണപ്പെട്ടവരുടെ പേരിലും വായ്പ സംഘടിപ്പിച്ച് തട്ടിപ്പ് നടത്തുന്നതായും പരാതിയുണ്ട്. എസ് നന്ദഗോപൻ, ജനം, തിരുവനന്തപുരം.